ഏവർക്കും നമസ്കാരം. ഞാൻ അമൃത, ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലെ മ്യൂസിക് സ്റ്റുഡൻ്റാണ്. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്ന ഒരു ഇടമാണ് നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ. ഇവിടുത്തെ ഓരോ കുട്ടികളെയും സംഗീതത്തിൻ്റെ വഴിത്താരയിലൂടെ മികച്ച രീതിയിൽ വാർത്തെടുക്കാൻ, അവരെ നല്ല കലാകാരന്മാരും കലാകാരികളുമാക്കി ഉയർത്തിയെടുക്കാൻ DACക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. അവരുടെ മികച്ച അകമഴിഞ്ഞ സപ്പോർട്ടും കൂടിയാണ്. സംഗീതത്തിൻ്റെ ഉത്ഭവം ഇന്നും അജ്ഞാതമാണ്. ആദ്യമായി 1982 ഫ്രാൻസിൽ വെച്ചാണ് സംഗീത ദിനം ആചരിക്കുന്നത്. തുടർന്ന് 120ഓളം രാജ്യങ്ങളിലായി ഇതേ ദിവസം ലോക സംഗീത ദിനമായി ആചരിച്ചു വരുന്നു. നമുക്ക് കേൾക്കാൻ സുഖമുള്ള ശബ്ദങ്ങൾ കോർത്തിണക്കി നമ്മുടെ മനസ്സിന് വികാരങ്ങൾ ജനിപ്പിച്ച് നമ്മളെ രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം എന്നതിനാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും സംഘർഷങ്ങളും ഒക്കെയും നമുക്ക് സംഗീതത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് സംഗീതം. പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള വ്യക്തികളിൽ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. സ്ട്രെസ്സ് കുറയ്ക്കുക, നമ്മുടെ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, മൈൻഡ് റിലാക്സ് ചെയ്യുക, വാക്കുകൾ പഠിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ പല രോഗാവസ്ഥയിൽ സംഗീതം കൊണ്ട് തെറാപ്പി രൂപേണ ഉപയോഗിക്കാനും ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തായിട്ട് നമ്മൾ കേട്ടുവരുന്ന പല ശൈലിയിലുള്ള സംഗീതമാണ്. അതിൻ്റെ ഘടനകളും അടിസ്ഥാനങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ സംഗീതം എന്ന വാക്കിന് കൃത്യമായ ഒരു നിർവചനം നൽകുക എന്നത് അസാധ്യമാണ്. സംഗീതത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി സംഗീത ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ കുറച്ച് കൂട്ടുകാർ ചേർന്നുള്ള ഒരു ഗാനമാണ്.